ജെയ്സൺ ചാമോളപ്പിൽ കുന്നംകുളത്ത് നിന്ന് ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ, കേരളത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ വരവ് തുടർച്ചയായി സംഭവിക്കുന്ന ഒരു സാഹചര്യം, അത് വിജയപ്രതീക്ഷയോടെയുള്ള ഒന്നാണ് എന്ന് ദേശീയ തലത്തിൽ അവർ വിലയിരുത്തുന്നുണ്ട്. ഇന്നത്തെ പരിപാടികളിൽ പ്രധാനമായും എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി ഇനി അങ്ങോട്ട് തുടർന്ന് പറയും എന്നാണ് കരുതുന്നത്? സുജിയ, തീർച്ചയായും ഏകദേശം 10:30 നരേന്ദ്രമോദി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിലെത്തുക. അതിനുശേഷം കാർ മാർഗം കുന്നംകുളത്തേക്ക് എത്തിച്ചേരും. കുന്നംകുളത്താണ് പൊതുപരിപാടി വെച്ചിരിക്കുന്നത്. 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ വേദിയിലെത്തിയിട്ടുണ്ട്. ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി അല്പസമയത്തിനകം തന്നെ എത്തും. അതുപോലെ പൊന്നാനിയിലെയും മലപ്പുറത്തെയും ആലത്തൂരിലെയും സ്ഥാനാർത്ഥികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. വേദിയിൽ പത്മജ വേണുഗോപാൽ, നടൻ ദേവൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖരെല്ലാം തന്നെ വേദിയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി കരുവന്നൂരുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉയർത്തിയ അഭിപ്രായങ്ങളാണ് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് പോരുകയും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടെ നടപടികളിലേക്ക് ശക്തമായി പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി അത്തരത്തിലുള്ളൊരു അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്താവന പ്രതീക്ഷിക്കുന്നുണ്ട്. അവരും കരുവന്നൂരുമായി ബന്ധപ്പെട്ട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ, അതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ്, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വാക്ക് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന വണ്ണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ നിലപാടുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ അത് BJPക്ക് എത്രമാത്രം സഹായകരമാകും എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ പൊതുയോഗം ഏവരും ഉറ്റുനോക്കുന്നത്. BJP ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ 3ാമത് തവണയാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായും BJP ലക്ഷ്യം വയ്ക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാനമായ ചുവടുവെപ്പുള്ള ഒന്നാണ് പ്രധാനമന്ത്രിയുടെ 3ാമത്തെ സന്ദർശനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുന്നത് ഗുരുവായൂർ എന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി പിന്നെ വരുന്നത് കുന്നംകുളത്തേക്കാണ്. കുന്നംകുളം എന്ന് പറയുന്ന ആലത്തൂരുമാണ്. ഇത്തരത്തിൽ 2 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനമന്ത്രി ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നതും വലിയ വിജയപ്രതീക്ഷയിലൂടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യം. അത്തരത്തിലുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വരികയാണ്. ജെയ്സൺ, എടുത്തു പറയേണ്ട കാര്യം, കുന്നംകുളത്താണ് പ്രധാനമന്ത്രി വന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ കരുവന്നൂർ തട്ടിപ്പ് അത് വലിയ രീതിയിൽ പ്രചാരണ വിഷയമാക്കി മാറ്റാനുള്ള, അവസാന ലാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അത് കത്തിച്ചു നിർത്താനുള്ള ഒരു തുടക്കം നരേന്ദ്രമോദിയിൽ നിന്ന് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയുമായുള്ള സംസാരത്തിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള പ്രതികരണങ്ങളിലും കണ്ടതാണ്. ഇന്ന് അതിൽ തന്നെ ഊന്നാനുള്ള ഒരു സാധ്യതയല്ലേ തെളിയുന്നത്? തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി കരുവന്നൂർ വിഷയം കാര്യമായി ഒരു സജീവമായി ചർച്ച ചെയ്യുന്നില്ല. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കരുവന്നൂർ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി വരുന്നതും. അത് തന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം, ആലത്തൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഡോക്ടർ സരസുവിനെ പ്രധാനമന്ത്രി നേരിട്ട് വിളിക്കുകയും അവരോട് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പ് അവർക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ കൂടി കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി പ്രതിപാദിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കരുവന്നൂർ വിഷയത്തെ വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രിക്കുള്ള പങ്ക് ചെറുതല്ല. പ്രധാനമന്ത്രി ഉയർത്തിയ വലിയ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ വാദത്തിനും തുടർച്ച എന്നതാണ് മുൻ MP ആയ, അതായത് ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലെ മുൻ MP ആയ PK ബിജുവിനെ ഉൾപ്പെടെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിക്കുകയും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അത്തരത്തിൽ ഒരു ഭാഗത്തൂടെ നിയമപരമായ നടപടികൾ ശക്തമാവുകയും മറുഭാഗത്ത് രാഷ്ട്രീയമായ വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യം തൃശ്ശൂർ ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് തീർച്ചയായും ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ജെയ്സൺ, ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് പ്രധാനമന്ത്രി 10:30 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും അവിടേക്ക് എത്തിച്ചേരും. 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് കുന്നംകുളത്ത് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ജെയ്സൺ നൽകുന്ന സൂചന.